മൊൻഗാഡ ആക്രമണം ദൗത്യം പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കി അവശേഷിക്കുന്നവർ രക്ഷപ്പെടാൻ തീരുമാനമെടുത്ത് വിഡ്രോ ചെയ്യാൻ ഫിഡൽ നിർദ്ദേശം കൊടുത്തു. ഫിഡൽ, റൗൾ കാസ്ട്രോ ഉൾപ്പെടെയുള്ള ഒരു ഡസനിലധികം ആളുകൾ പിൻവാങ്ങുന്നു. പിൻവാങ്ങിയവരെ ഒളിത്താവളത്തിൽ നിന്നും പിടിച്ചു. അവ പാകിസ്ഥാൻ കൊടുത്തിട്ടുള്ള, അവിടുത്തെ നരേന്ദ്രമോദി കൊടുത്തിട്ടുള്ള നിർദ്ദേശം എന്താ? കിട്ടിയവരെ അപ്പം തട്ടിയേക്കണം. ഇപ്പൊ ഈ മാവോയിസ്റ്റുകളെല്ലാം കൈകാര്യം ചെയ്തല്ലോ. പക്ഷേ ഫിഡലിനെ ഐഡന്റിഫൈ ചെയ്ത സൈനിക ഉദ്യോഗസ്ഥൻ അയാൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷണലിസ്റ്റാണ്. നമ്മളിപ്പോ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് പിടിച്ചത് പ്രസക്തി എവിടെ? അയാൾ എന്ത് ചെയ്തു? ബാറ്റിസ്റ്റ നൽകിയ നിയമവിരുദ്ധമായ നിർദ്ദേശം, കിട്ടുന്നവരെല്ലാം അവിടെ വെച്ച് കൊന്നേക്കണമെന്നുള്ള നിർദ്ദേശം, അത് നിയമപരമല്ല, ഭരണഘടനാപരമല്ല എന്ന നിലപാടിൽ നിന്നുകൊണ്ട് ആ ഉദ്യോഗസ്ഥൻ ഫിഡലിനോട് ചെവിയിൽ പറഞ്ഞു, നിങ്ങൾ സ്വയം ഐഡന്റിഫൈ ചെയ്യരുത്. ചരിത്രത്തിൽ എഴുതപ്പെട്ടു. അപ്പൊ ഒരാളെ കിട്ടി എന്നുള്ള മട്ടിൽ ഇയാൾ ഉത്തരവാദിത്വത്തിൽ സമയത്ത് മനസ്സിലാക്കി. വേറെ ഇതിനകത്തൊരു രൂപകമുണ്ട്, ഒരു മെറ്റഫറുണ്ട്. ഞങ്ങളെ അധികം വെള്ളം കുടിപ്പിക്കരുതേ. നമ്മുടെ യോഗത്തിലൊക്കെ ചില പ്രശ്നം നീണ്ടുപോകുമ്പോ ഒരു സോഡ കൊണ്ട് ചൂട്. അപ്പം ബാറ്റിസ്റ്റയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥൻ ബാറ്റിസ്റ്റയുടെ നിയമവിരുദ്ധമായ നിർദ്ദേശം, കിട്ടുന്നവരെ അവിടെ തട്ടിയേക്കണമെന്നുള്ളത് പാലിക്കാതെ ഇയാൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഫിഡലിനെ ഹാജരാക്കി. അപ്പൊ നമുക്ക് സമൂഹത്തിൽ എല്ലാ വിഭാഗത്തിലും പെട്ടവരുമായിട്ടുണ്ടായിരുന്നൊരു ജൈവബന്ധം ഫിഡലിനെ, ചെറുപ്പക്കാരനായ ഫിഡലിനെ ഹവാന സർവകലാശാലയിലെ വിദ്യാർത്ഥി നേതാവായിട്ട് അന്ന് പ്രശസ്തി നേടിയിരുന്നു. ആ ഫിഡലിനുണ്ടായിരുന്ന സ്വീകാര്യതയും ഈ സൈനിക ഉദ്യോഗസ്ഥനുണ്ടായിരുന്ന ഭരണഘടനാ വാഴ്ചയോടുള്ള പ്രതിബദ്ധതയും രണ്ടും കൂടെ ചേർന്നിട്ടാണ് ക്യൂബൻ വിപ്ലവം ഉണ്ടായത്. ഫിഡൽ അന്ന് അവിടെ കൊലയപ്പെട്ടിരുന്നെങ്കിലും വേറെ ചില വിപ്ലവ പ്രസ്ഥാനമായിട്ട് രംഗത്ത് തന്നെ. പിന്നെ ഈ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പല കൈവഴികളും ഉണ്ടാകാം. അതാണ് മൊൻഗാഡയും ക്യൂബൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. 10 മിനിറ്റ് കൂടെ കൊണ്ട് ഞാൻ 10:30 അവസാനിക്കും. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വായിച്ചത്. അതിൽ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഭംഗിയായിട്ട് പറയാൻ കഴിയുന്ന ബിനോയും കേസിയും ബാക്കി എല്ലാവരും അനുസുമാരെല്ലാവരും. ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു. ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ പാരമ്പര്യമുള്ള മഹത്തായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ്. ലോകത്തെ മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. പക്ഷേ ക്യൂബയുടെ വിമോചന സമരത്തിനെടുക്കേണ്ട സമീപനം സംബന്ധിച്ച് കൂടുതൽ ഉൾക്കാഴ്ചയോടുകൂടി ഫിഡലിനും കൂട്ടർക്കുമാണ് ഇങ്ങനത്തെ തീരുമാനമെടുക്കാൻ കഴിഞ്ഞത്. അദ്ദേഹം വളരെ ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് പറയാം. വിപ്ലവാനന്തരം ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഫിഡലിന്റെ പാർട്ടി എന്താ? ജൂലൈ 26 പ്രസ്ഥാനം എന്നാണ്. ഈ സമരം നടത്തിയ ദിവസത്തിന്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ പാർട്ടി. അലസിപ്പോയ മൊൻഗാഡ ആക്രമണം നടന്നത് ജൂലൈ 26. അവിടെയാണ് അതൊരു ദേശീയ വിമോചന പ്രസ്ഥാനത്തിന്റെ കൊടുത്തു ഫിഡൽ. ജൂലൈ 26 പ്രസ്ഥാനം എന്നാണ്. ആ ജൂലൈ 26 പ്രസ്ഥാനവും ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ലയിച്ച് ഒന്നാവുകയാണ്. സോഷ്യലിസ്റ്റ് പരിപാടി അംഗീകരിക്കുകയാണ്. അവിടുത്തെ ക്യൂബയിലെ പ്രസിഡന്റായ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ കുറിച്ചെല്ലാം ഫിഡലിൽ നിന്ന് പറഞ്ഞു. മൊൻഗാഡ അറ്റാക്കിന്റെ ചരിത്രം പറയുമ്പോൾ മൊൻഗാഡ അറ്റാക്കിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെ എല്ലാം അറസ്റ്റ് ചെയ്യാൻ ബാറ്റിസ്റ്റ തീരുമാനിച്ചു. അവർ ഒളിവിൽ പോയി. അപ്പൊ ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഒരു ഉദ്യോഗസ്ഥന്റെ സത്യസന്ധത കൊണ്ട് ഫിഡലും റൗൾ കാസ്ട്രോയും കൊല ചെയ്യപ്പെട്ടില്ല. ബാറ്റിസ്റ്റ പറഞ്ഞതുപോലെ എന്നിട്ട് വിചാരണ നടക്കുകയാണ്. ഇനി നിങ്ങളൊരു പുസ്തകം വായിച്ചു കഴിഞ്ഞ പുസ്തകമാണ് ഹിസ്റ്ററി വിൽ അബ്സോൾവ് മീ. ചരിത്രം എന്നെ കുറ്റക്കാരനല്ല എന്ന് വിധിക്കും. വിചാരണ നടന്നപ്പോൾ ഫിഡൽ കാസ്ട്രോ അദ്ദേഹത്തിന്റെ വക്കീലാണ്.
അദ്ദേഹം അവിടെ നടത്തിയ വാദമാണ് ഒരു പുസ്തകമായി. അതിഗംഭീരമായ പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ കോടതി നടത്തിയ വാദം. പക്ഷേ ഫിഡലിനെ 15 വർഷത്തേക്കും റൗൾ കാസ്ട്രോയെ 13 വർഷത്തേക്കും അങ്ങനെ ഓരോരുത്തരെ ശിക്ഷിച്ചു, ജയിലടച്ചു. പക്ഷെ വലിയ ജനകീയ പ്രക്ഷോഭം ഉണ്ടായി. 1 വർഷവും 10 മാസവും ഇവർ ജയിലിൽ കിടന്നു കഴിഞ്ഞപ്പോൾ ജനകീയ പ്രക്ഷോഭം രൂക്ഷമാകുമെന്ന് കണ്ട് ഇപ്പൊ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതുപോലെ അവിടെ ബാറ്റിസ്റ്റ ഇവരെ മോചിപ്പിച്ചു. എന്നിട്ട് രഹസ്യ പോലീസുകാരെ പിന്നാലെ എവിടെ പോകുന്നു നോക്കാൻ. അവർ ഫിഡലും റൗൾ കാസ്ട്രോയും കുറെ പോരാളികളും ഡാവിനെ മെക്സിക്കോയിലേക്ക് കൂടെടുത്ത് നോക്കിയേക്കാണ്. മെക്സിക്കോയിൽ വെച്ചിട്ടാണ് ചെഗുവേരയെ പുതിയ വിപ്ലവ സഖ്യം അവിടെ രൂപപ്പെടുത്തി. ഇനി വിപ്ലവത്തിന്റെയും പോരാട്ടത്തിന്റെയും അതിന്റെ മനോഹരമായ ഒരു മുഹൂർത്തം മെക്സിക്കോയിൽ നടക്കുന്നു. അർജന്റീനക്കാരനായ നമ്മുടെ ലയണൽ മെസ്സിയുടെ റൊസാരിയോയിൽ ജനിച്ച ചെഗുവേര, ചെഗുവേരയുടെ റൊസാരിയോയിൽ ജനിച്ച ലയണൽ മെസ്സി ക്യൂബൻ വിപ്ലവത്തിലേക്ക് ചേരുകയാണ് മെക്സിക്കോയിൽ വെച്ച്. അപ്പം ക്യൂബയിൽ വെച്ച് പല പരിശീലനമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ശരിയായ പരിശീലനമൊന്നും ആയിരുന്നില്ല. പൊട്ട പരിശീലനമാണ് നടത്തിയത്. നമ്മളും പഠിക്കേണ്ടതാണ്. നമ്മൾ വലിയ ക്ലാസ്സൊക്കെ നടത്തിയെന്നൊക്കെ പറയുമ്പോൾ ഐസോട്ട ക്ലാസ് തയ്യാറിയാണ് ഞാൻ പറയുന്നത്. ഇവിടെ ശരി അതിഗംഭീരമായിട്ട് പഠിപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പൊ നല്ല നിലയിൽ നമ്മൾ നടത്തും. എന്നാലും ഓരോന്നും കൂടുതൽ മെച്ചപ്പെട്ടതിലേക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ നോക്കണം. മെക്സിക്കോയിൽ ക്യൂബയിൽ ജനിച്ചിട്ട് സ്പാനിഷ് സിവിൽ വാറിൽ കമ്മ്യൂണിസ്റ്റുകാർക്കും റിപ്പബ്ലിക്കൻസിനും ഒപ്പം നിന്ന പോരാടിയ ആൽബർട്ടോ ബയോ എന്ന് പറയുന്ന സൈനികൻ, അദ്ദേഹം ബന്ധപ്പെട്ടു മെക്സിക്കോയിൽ. സ്പാനിഷ് സിവിൽ വാർ എപ്പോഴാണ് നടന്നത്? 1935, 36, 37, 38 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒക്കെ പോയി സ്പാനിഷ് സിവിൽ വാറിൽ റിപ്പബ്ലിക്കൻ പക്ഷത്ത് നിന്നുകൊണ്ട് രവീന്ദ്രനാഥ് ടാഗോർ പോട്ടെ, അത് വേറെ വിഷയമാണ്. മുൽക്കരാജാന് ഒക്കെ പോയിട്ട് മുൽക്കരാജാനത്തിൽ നമ്മുടെ ക്യൂബൻ സോളിഡാരിറ്റി പ്രസ്ഥാനത്തിലുണ്ട്. അപ്പൊ ആൽബർട്ടോ ബയോ 63 വയസ്സാണ്. അദ്ദേഹമാണ് ഈ ഒളിപ്പോരിന്റെ പരിശീലനം ഫിഡലിനും ചെഗുവേരയ്ക്കും റൗൾ കാസ്ട്രോയ്ക്കില്ല മെക്സിക്കോയിൽ വെച്ച്. പോട്ടെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അവിടെ നിന്ന് ഗ്രാൻഡ്മ എന്ന് പറയുന്ന നൗകയിൽ അതിൽ കയറാവുന്നതിന്റെ ഇരട്ടി ആളുകളുമായിട്ടാണ് അവർ പുറപ്പെടുന്നത്. ഇതെല്ലാം പ്രാർത്ഥന ചെയ്തിട്ടുണ്ട് ഈ ഫിഡലും കൂട്ട്. എന്നിട്ട് ആ നൗകയെ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി കയ്യിലുണ്ടായിരുന്ന കുറെ സാധനങ്ങളും ഒക്കെ ഈ നൗകയിൽ നിന്ന് താഴെ ഇടത്തുണ്ട്. അതൊക്കെ ഇതിന്റെ ചരിത്രം വായിച്ചിട്ടൊക്കെ മനസ്സിലാക്കി. ഒടുവിൽ അവർ ക്യൂബയിലെത്തുന്നു. ഫിഡല് പറയുന്നത് അവരെത്തുന്നു എന്നുള്ള കാര്യം ബാറ്റിസ്റ്റയ്ക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. തീരത്തെല്ലാവരുടെ ആളുണ്ട്. ഞങ്ങൾ 21 ഗൺ സല്യൂട്ടുമായിട്ടാണ് ക്യൂബ സ്വീകരിച്ചത്. കാരണം ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ വെടിമുഴങ്ങിയാണ് ഞങ്ങളെ കൊല്ലാൻ വേണ്ടി. അവിടെ ചെറിയ ക്യൂബൻ വിപ്ലവം ജയിച്ചത് വലിയ അത്ഭുതമാണ്, സാഹസികം. അതിന്റെ ചരിത്രത്തിലേക്ക് ഞാൻ കിടക്കുന്നത്. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠമായിട്ട് മുൻഗാവണം മുതൽ ഇന്നത്തെ ക്യൂബയോടുള്ള ഐക്യദാർഢ്യം വരെ എന്നുള്ളതാണ്.